നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി സി രഘുനാഥ് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 119 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയത്. രാവിലെ 7 മണിക്ക് തന്നെ എൻ്റെ വോട്ട് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഞാൻ വന്നത്. എന്തായാലും വളരെ ശുഭപ്രതീക്ഷയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആളുകളുടെ സമീപനത്തിൽ നിന്ന് എല്ലാം കൊണ്ടും NDA ആദ്യമായി കണ്ണൂർ താമര വിരിയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സംസ്ഥാനത്ത് മുഴുവൻ കനത്ത പോളിംഗ് ആയിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഇടത് വലത് പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ തട്ടിപ്പിനെതിരെ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഒരു തീരുമാനമെടുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള താല്പര്യം കാണുമ്പോഴും കേരളത്തിൽ NDAക്ക് അനുകൂലമായി ഒരു തരംഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ NDAയുടെ പ്രവർത്തകന്മാർ, BJPയുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായി ബൂത്തുകളിലുണ്ട്. ഇന്നലെ രാത്രി മുതൽ ബൂത്ത് കെട്ടി അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സജീവമായി നിൽക്കുമ്പോഴും BJPക്ക് അനുകൂലമായ, NDAക്ക് അനുകൂലമായ ഒരു തരംഗം കണ്ണൂരിൽ ആവർത്തിക്കും. അത് കേരളത്തിലും ഉണ്ടാകും. നരേന്ദ്രമോദിജിയുടെ 10 വർഷക്കാലത്തെ ഭരണം നമുക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ വോട്ടർമാരുടെ സ്വാധീനം, വോട്ടർമാർ അതെങ്ങനെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് രാവിലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളിവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.